നേര്യമംഗലത്ത് മരം കാറിന് മുകളിൽ വീണ് ഒരു മരണം. പാണ്ടിപ്പാറ സ്വദേശി ജോസഫാണ് മരിച്ചത്. ഗർഭിണിയായ ഒരു യുവതിക്ക് അപകടത്തിൽ പരിക്കേറ്റു. കാറിലെ യാത്രക്കാരെ പുറത്തെടുക്കുവാനായി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ശ്രമം നടത്തുന്നു. വില്ലാഞ്ചിറ റോഡിൽ തേക്കുമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്നവർ നേര്യമംഗലം ആവൊലിച്ചാൽ വഴി പാലമറ്റം വഴി കോതമംഗലം പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി ജോസിൽ ചേരുന്നു. ജോസിൽ, ഈ അതിശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുന്നൊരു സാഹചര്യം, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ മരം വീണ് അപകടങ്ങളടക്കമുണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം വില്ലാഞ്ചിറയിൽ റോഡിന് കുറുകെ ആദ്യം ഒരു തേക്കുമരമാണ് കടപുഴകി വീണത്. ഇതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട് റോഡിൽ കിടന്നിരുന്ന കാറിനും ബസിനും മുകളിലേക്കാണ് വലിയ ചേരുമരം കടപുഴകി വീണത്. ഈ കാറിനുള്ളിൽ ഇപ്പോൾ മരിച്ച ജോസഫും ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടിയും ജോസഫിന്റെ മകളായ അഞ്ചുമോൾ ജോബിയും ഭർത്താവ് ജോബി ജോണുമാണ് ഉണ്ടായിരുന്നത്. ഇടുക്കി രാജകുമാരി മുരിക്കുംതൊട്ടി സ്വദേശിയായ ജോബിയുടേതാണ് ഈ വാഹനം. ഗർഭിണിയായ അഞ്ജുവിനടക്കം ഈ 3 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KSRTC ബസിന് മുകളിലേക്ക് മരത്തിന്റെ ഒരു ഭാഗം പതിച്ചിരുന്നു. ഈ KSRTC ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കും നിരവധി പേർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ കോതമംഗലത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാളറ ചീയപ്പാറയ്ക്ക് സമീപം വഴിയോര കടയ്ക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. അവിടെ മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള ഉണ്ടായ അപകടങ്ങളിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. നന്ദു, ശരി, വിവരങ്ങളാണ് ജോസിൽ നൽകിയത്.